ഈ 10 ദിവസത്തിനുള്ളിൽ SFIക്ക് ഇതിന്റെ മറുപടി കൊടുക്കും ഞങ്ങൾ. അതേപോലെ ഞങ്ങളെ അന്വേഷണം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. മരിക്കാനുണ്ടായ സാഹചര്യം എനിക്കറിയില്ല, ഉറപ്പായിട്ട് എന്താ സാഹചര്യം എന്ന് എനിക്കറിയില്ല. കാരണം ഏതാ കാരണം, വീട്ടിലെ കാരണമാണോ എന്താണ്, സ്കൂളിന്റെ കാരണമാണോ എന്താണെന്നറിയാം. സ്കൂളില്ലാത്തൊരു സമയത്താണ് ഇത് സംഭവിച്ചത്. അതും സംഭവിച്ചിരിക്കണ വീട്ടിൽ വെച്ചിട്ടാണ്. TC ആവശ്യപ്പെട്ടിരുന്നോ? അത് നൽകാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? TC ആവശ്യപ്പെട്ടു. അത് April 27 ആവശ്യപ്പെട്ടത്. അത് നമ്മള് KERന്റെ നിയമം അനുസരിച്ചിട്ട് TC കൊടുക്കുന്നത് റിസൾട്ട് പബ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ്. അത് May 2 ആണ്. അപ്പൊ അതിന് ശേഷം കൊടുക്കാന്ന് പറഞ്ഞു. നിർബന്ധമല്ല. ഒരിക്കലും അതല്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മോറൽ സയൻസ് എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തോറ്റ വിഷയങ്ങൾ എല്ലാ കുട്ടികളും എഴുതി, അപ്പൊ എഴുതി അത്രേ. ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മോനാണ് പോയത്. ഇതിൽ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ട്, വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നിന്ന് ഞങ്ങള് ആരുടെ അടുത്തും ഒരു ഉത്തരവും പറയാനും ഒന്നിനും പോവാതെ ഇവിടെ കയറി നിന്നതും ഒക്കെ. പിന്നെ മരിച്ച ഉടനെ തന്നെ ഞങ്ങള് ഓൺ ദ സ്പോട്ട് ഞങ്ങൾ അവിടെ എത്തി പേരൻസിനെ കണ്ട് പേരൻസിനോട് സംസാരിച്ചു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫാദർ തേജസിന്റെ ഫാദർ ഞങ്ങളെ വിടുന്നില്ല. അതേപോലെ സങ്കടം ഞങ്ങൾക്ക് വരും. അതിനുശേഷം 3 മണിക്ക് അവിടെ ഫ്യൂണറൽ ഉണ്ടായിരുന്നു, ഒരു ½ an hour. അതിനും ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും, ഒരുവിധം എല്ലാ ടീച്ചേഴ്സും, ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും പിന്നെ പ്രിൻസിപ്പളും ഹെഡ്മിസ്ട്രസും PTA അംഗങ്ങളും ഒക്കെ അതിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ഇവര് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ 10 ദിവസത്തിനുള്ളിൽ SFIക്ക് ഇതിന്റെ മറുപടി കൊടുക്കും ഞങ്ങൾ. അതേപോലെ ഞങ്ങളെ അന്വേഷണം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. അവരെ തീർച്ചയായും ചെയ്ത ആൾക്ക് നമ്മൾ എന്തായാലും പനിഷ്മെന്റ് കൊടുക്കണം, സത്യം വെളിപ്പെടുത്തണം. അത് മാത്രമേ ഉള്ളൂ. സത്യം ഏതാണോ അത് ആനുവലിലേക്ക് അങ്ങനെ മാറ്റി നിർത്തിയായിട്ട് ആസ് എ പ്രിൻസിപ്പൽ എനിക്ക് അങ്ങനെ അറിയില്ല, അങ്ങനെ നിർത്തിയിട്ടില്ല. എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു അതിൽ. കുടുംബം ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് ഗുരുതരമുള്ളതാണ്. ഒന്ന് ഈ പരീക്ഷ നിർബന്ധിച്ച് ക്ഷണിപ്പിച്ചു, മറ്റൊന്ന് ചെവിക്കുള്ളിൽ പരിക്കേൽപ്പിച്ചു. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആസ് എ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ മോനെ കുറിച്ച് ഒരു കംപ്ലൈന്റും എന്റെയിലോട്ട് വന്നിട്ടില്ല, PTA വന്നിട്ടില്ല. 7ാം ക്ലാസ്സിൽ വരുന്ന കുട്ടി ക്ലാസ്സിൽ ടോപ്പറാണെന്ന് പറയുന്നു. 8ാം ക്ലാസ്സിൽ എത്തിയതിന് കുട്ടി വലിയ തോതിൽ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. അത് സ്കൂളിൽ നിന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകളാണ് അതിന് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബമടക്കം ആരോപിക്കുന്നത്. അത് പരിശോധിച്ചിരുന്നു. പക്ഷെ അത് നമ്മളെ പ്രോഗ്രസ്സിലാണല്ലോ പരിശോധിക്കണം. അപ്പൊ പരിശോധിച്ചിരുന്നു. അതിന്റെ കാരണം പല കാരണങ്ങൾ, വീട്ടിലത്തെ കാരണമാണോ ഇവിടത്തെ കാരണമാണോ എവിടത്തെ കാരണമാണോ അതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടോപ്പർ എനിക്ക് കുട്ടീനെ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് വന്നതാണ്, അവന്റെ ടോപ്പറിന്റെ കാര്യം അവരെല്ലാവരും കുട്ടീനെ പറ്റി നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ പേരൻസും ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള പേരൻസുമാണ്. പിന്നെ ഇങ്ങനെ സംഭവിച്ചതിന്റെ കാര്യം നമുക്ക് എന്താണെന്നും ആർക്കറിയില്ല. കാരണം വെക്കേഷൻ നമ്മൾ ആരും ഇത് കേട്ടിട്ടില്ല. അതൊരു വിഷമമുണ്ട്, അതിൽ ഞാൻ കേട്ടിട്ടില്ല. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.